ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടമാത്രം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രചന അവിടെ ഇരിക്കുമ്പോൾ ആദ്യം ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നത് അമ്മ? ഒന്നുമില്ല മോനെ, നിന്നെ ഇവിടുത്തെ സ്കൂളിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ നീ എനിക്ക് കൂട്ടായിട്ടുണ്ടാവല്ലോ എന്നൊക്കെ ആലോചിച്ചതാ. അതൊന്നല്ല. ആകാശങ്കിൽ ഇന്നലെ അമ്മയെ വഴക്ക് പറഞ്ഞല്ലേ, അത് പിന്നെ ഉണ്ടാവാതിരിക്കോ മോനെ? ബിസിനസ്സിൽ എന്തെങ്കിലും ഡ്രോപ്പ് വന്നാൽ ആകാശിന് അങ്ങനെയാണ്, അത് രാവിലെ ആവുമ്പോൾ മാറുകയും ചെയ്യും. അങ്ങനെയൊന്നല്ല, ഇന്നലെ അങ്കിൾ അമ്മയെ അടിച്ചല്ലേ? ഇല്ല മോനെ, അമ്മയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ അങ്കിളിനോട് പോയി ചോദിക്കും എന്ന് പറയുമ്പോൾ രചന ആദ്യയെ പിന്മാറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്കിള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, ഞാൻ പോയി വിളിക്കാം എന്നും പറഞ്ഞ് ആകാശിന്റെ അടുത്തേക്ക് പോവാണ് ആദി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ആദി, അമ്മയുടെ അമ്മ അകത്തിരിപ്പുണ്ട്. ഇന്നലെ എന്തായിരുന്നു ബഹളം? അത് മോനെ, ഞാൻ ഇത്തിരി കഴിച്ചത് കൂടിപ്പോയി, ഫിനാൻഷ്യൽ ലോഡ് വന്നപ്പോൾ അല്പം മദ്യപിച്ചു എന്ന് പറയണേ. അപ്പോഴേക്കും ആദി, ഫിനാൻഷ്യൽ ലോഡ് വരുത്തി വെച്ചത് എന്റെ അമ്മയാണോ? അല്ല, പിന്നെന്തിനാ അങ്കിള് എന്റെ അമ്മയെ വഴക്ക് പറഞ്ഞത്? വഴക്ക് പറഞ്ഞോ? എനിക്കത് ഓർമ്മയില്ല. ഇനി അങ്ങനെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ, വഴക്ക് പറഞ്ഞാൽ അങ്കിൾ ആ റിവോൾവർ എവിടെയാ വെച്ചിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം, അതെടുത്ത് ഞാൻ അങ്ങ് പ്രയോഗിക്കും അങ്ങ് പറയുമ്പോൾ ആകാശം ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് മാത്രല്ല, ഒന്നും കൂടി പറയാം, ഇനി എന്റെ അമ്മയെ ഉപദ്രവിച്ചാൽ ഞാൻ എന്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകും. അപ്പൊ പിന്നെ എന്നെ വെച്ചുള്ള ഗെയിം കളിയൊന്നും നടക്കില്ലല്ലോ അങ്കിൾ. എന്തൊക്കെയാ മോൻ പറയുന്നത്? ഞാൻ ഇനി ഉപദ്രവിക്കില്ല അമ്മയെ. എങ്കിൽ എന്റെ അമ്മയോട് ചെന്ന് സോറി പറ. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം കൂട്ടിയിട്ട് രചനയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ റൂമിൽ ചെന്ന് ആകാശ് രചനയോട് പറയുന്നുണ്ട്, രചന, ഇന്നലെ ഞാൻ കുറച്ച് ഓവറായി മദ്യപിച്ചു, അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറയട്ടെ രചന. ഇനി ഞാൻ തന്നോട് അങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ലടോ. ഇത്രയേ ഉള്ളൂ അങ്കിളിന് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ് ആദി. ഇതല്ല രചന, സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയട്ടോ ആകാശ്. എന്നിട്ട് അവരെല്ലാരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തുടർന്ന് ഇഷിതയാണെങ്കിൽ ചിപ്പിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുല്ലപ്പൂക്കെ വെച്ച് പട്ടുപാവാടൊക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ഇന്നു മുതൽ നമ്മൾ പുതിയ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കാട്ടോ ചിപ്പിയോട്. അത് പറയാറായിട്ടില്ലല്ലോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എന്നാ പോകുന്നതെന്ന് ചോദിക്കാണ്. അവിടുത്തെ പണിയൊക്കെ കഴിയട്ടെ എന്നിട്ട് പോവാന്ന് പറയുമ്പോൾ, ഫ്ലാറ്റ് മാറുന്നതിനുള്ള പൂജയാണോ അമ്മ ഇത്? ഇതല്ല മോളെ, ഇത് ബാലപൂജ, ബാലാരിഷ്ട പൂജ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്ത് പൂജയാ? ഇതിനെ കുറിച്ച് അമ്മയ്ക്ക് വലിയ ഐഡിയ ഇല്ല മോളെ, അച്ചമ്മയ്ക്കൊക്കെ അറിയായിരിക്കും, നമുക്ക് ചോദിക്കാം എന്ന് പറയാണ്. എന്നിട്ട് ചിപ്പി ഇവിടെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ എപ്പോഴാ മാറ്റുന്നത്? ഞാനിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് എല്ലാരെയും ഞെട്ടിക്കും, നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ഇഷിത. അതിനുശേഷം ചിപ്പിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ ഒരു ബ്യൂട്ടി സ്പോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പൂജയ്ക്ക് പറഞ്ഞയക്കുന്നത്. അതിനുശേഷം പൂജയ്ക്കുള്ള ഓരോ സാധനങ്ങളുമായിട്ട് രാമനും പുഷ്പവല്ലിയും എത്തുന്നുണ്ട്. ഒപ്പം നമ്മുടെ മാഷും പ്രിയംവദയും വരുന്നുണ്ട്. ആ സമയത്തായിരിക്കും ചിപ്പി വരുന്നത്. എല്ലാവരും ചിപ്പിയെ കണ്ടപ്പോൾ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ, എന്റെ മോൾ എന്തൊരു സുന്ദരിയാ, അമ്മ ഒരുക്കിയതാ, എന്നിട്ട് അമ്മയുടെ അമ്മ മേക്കപ്പ് ചെയ്യാം, വരുമ്പോ എല്ലാരെയും ഞെട്ടിക്കുമെന്നാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പൂജ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിട്ടാണ് വരുന്നത്. മഹേഷ് ആണെങ്കിൽ ഇഷിതയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ സ്വപ്നവല്ലി പറയുന്നുണ്ട്, ചിപ്പി മോള് പറഞ്ഞതുപോലെ അമ്മ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പൊ ചിപ്പിയും പറയുന്നുണ്ട്, ഞാനും ഞെട്ടി. എന്നിട്ട് മഹേഷിനെ ചിപ്പി നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛാ, അമ്മയെ നോക്കി നിന്നത് മതി, അമ്മ എങ്ങനെയുണ്ടെന്ന് പറ, അമ്മ സുന്ദരിയല്ലേ എന്ന് ചോദിക്കട്ടോ മഹേഷ്. അപ്പൊ നമ്മുടെ ഇഷിതയ്ക്കൊരു നാണൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവിടെ പൂജ തുടങ്ങാൻ നേരത്ത് രാമൻ പറയും, ഇവിടെ കുറച്ചു പേർ ബാലപൂജ എന്താന്ന് അറിയാത്തവരുണ്ട്, അപ്പൊ ഈ ബാലപൂജയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കണം എന്ന് പറയാണ്. അതിനെന്താന്ന് ചോദിച്ചിട്ട് അയാള് അതിനെ കുറിച്ച് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോ സ്വപ്നവല്ലി പറയും, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആചാരശാസ്ത്രപ്രകാരം ഇഷിതയെ ചിപ്പിമോളുടെ അമ്മയാക്കണമെന്ന്, ഇപ്പോഴാ അതിനുള്ള അവസരം ഈശ്വരൻ തന്നത് എന്നൊക്കെ പറഞ്ഞ് പൂജാരി അമ്മയോടും അച്ഛനോടും ചിപ്പിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് മഹേഷിനോട് കുങ്കുമം ഇഷിതയ്ക്ക് തൊട്ടുകൊടുക്കാനും ഇഷിതയോട് മഹേഷിന് തൊട്ടുകൊടുക്കാനൊക്കെ പറയാണ്. പിന്നീട് ഇഷിതയോട് ചിപ്പിയുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ടുകൊടുക്കാൻ പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ രചന എത്താണ് കേട്ടോ. അപ്പോൾ രചന വന്നിട്ട് സ്വപ്നവല്ലിയോട് ചോദിക്കും, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ പൂജയൊക്കെ ഇവിടെ നടത്തുന്നത്? ഇവിടെ പൂജ നടത്താൻ നിന്നോട് ചോദിക്കണോ? നീ ആരാ? ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോഴേക്കും തഞ്ചാവൂർ സ്വപ്നവല്ലി, ഡോണ്ട് ഷൗട്ട്, അത് കേട്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല, നിൽക്കേണ്ടടത്ത് നിൽക്ക് എന്ന് പറയട്ടോ രചന. ചിപ്പിയുടെ പൂജ നടത്തേണ്ടത് ആരാ? അവളുടെ അമ്മയോ അതോ ഇവളോ? ആ പൂജാരിയോട് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തേ, ആരാ പൂജ നടത്തേണ്ടതെന്ന് എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. നിങ്ങൾ കേട്ടില്ലേ, ചിപ്പിയെ പ്രസവിച്ച ഞാനാണ് അവളുടെ പൂജ നടത്തേണ്ടത്, നീ ഒരു അമ്മയാണോ? ആരാ നിനക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള ധൈര്യം തന്നത് എന്നൊക്കെ സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ, ഞാനിവിടെ നിന്ന് ഒരിക്കൽ ഇറങ്ങിപ്പോയതാ, ഇപ്പൊ കയറി വന്നത് ഇറങ്ങി പോവാനല്ല, ചിപ്പിയുടെ സ്വന്തം അമ്മയായിട്ടാ ഞാൻ ഇങ്ങ് വന്നത്. ചിപ്പിയുടെ അമ്മയുടെ
ഈ പീഠത്തിലിരിക്കേണ്ടത് ഞാനാണ്. ഇഷിതയോട് പറയുന്നുണ്ട്, എണീക്കടി, നീ എന്താ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷ് നിൽക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ ഇഷിത പറയുന്നുണ്ട്, വേണ്ട മഹേഷ്. അങ്ങനെ അവിടെ ഒരു സീന് ഉണ്ടാവാണ് കേട്ടോ.